പട്ടിണിയും പ്രാരബ്ധങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ജീവിതം കോമളത്തിന് നൽകിയത് ഏറെയും സങ്കടങ്ങളാണ്. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ താരജീവിതം സ്വയം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരാൾ. അഭിനയ ആകാശം നഷ്ടപ്പെട്ട വേദനകൾക്കിടയിലും ഇന്നലത്തെ താരത്തിന് സന്തോഷിക്കാൻ കാലം നല്ലത് സമ്മാനിക്കാതിരുന്നില്ല. ഇന്ന് എൻ്റെ ബാക്കി ജീവിത ചുറ്റുപാട് വെച്ച് എനിക്ക് ദൈവത്തിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, പട്ടിണി കിടന്നിട്ടില്ല. ന്യായമായ ഭക്ഷണം 3 നേരവും കഴിച്ചു തന്നെ എൻ്റെ കുട്ടിക്കാലം. ഇന്നും അങ്ങനെ തന്നെ. പിന്നെ ഈ ഫീൽഡിൽ ഞാൻ പോയിരുന്നെങ്കിൽ ഇന്ന് ആരായിരുന്നേനെ? ഇന്ന് ജീവിക്കുന്നവരെ പോലെ അത്രയൊന്നും ആയില്ലെങ്കിലും ഞാൻ നല്ലൊരു നടി ആയിരുന്നേനെ തീർച്ച. ആ പൊന്നമ്മ ചേച്ചി പറയും, കോമളം നല്ലൊരു നടിയായിരുന്നു, ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞു. അതുപോലെ തന്നെ പഠിക്കാനും സ്കൂളിലും നമ്മുടെ ഈ സെൻറ്റ് തെരേസസിലാണ് ഞാൻ പഠിച്ചത്, നമ്മുടെ നെയ്യാറ്റിൻകര കോൺവെൻറ്റിൽ. അപ്പോഴേ അവിടെ നല്ലൊരു പഠിക്കുന്ന കുട്ടി. ഞാൻ കൊടുക്കുക ഇനി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചേഴ്സൊക്കെ കുട്ടികളെ പറഞ്ഞു വെച്ചു, കോമളം വരാതിരിക്കരുത്, പഠിക്കണമെന്ന്. ആ കോൺവെൻറ്റിൽ പിന്നെ ESLC വർഷമൊന്നും എനിക്കറിയില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ അവിടെ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ഇങ്ങനെ നെയ്യാറ്റിൻകര കോമളം ഇങ്ങനെ ഉണ്ടെന്ന് ഇന്നത്തെ സിസ്റ്റേഴ്സ് അന്നുള്ളവരാരുമില്ല അറിഞ്ഞിട്ട് എന്നെ ചീഫ് ഗസ്റ്റായിട്ട് അതേ കോൺവെൻറ്റിൽ ക്ഷണിച്ചു. പിന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ തിരുവോണത്തിൻ്റെ അന്നാണെന്ന് തോന്നുന്നു. അന്ന് ചെന്ന് അപ്പം എനിക്കത് ദേശീയ അവാർഡിനെക്കാളും എന്നെ സംബന്ധിച്ച് ഒരു വലിയ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയ അനുഭവമായിട്ട് ഞാൻ പറയുകയാണ്. അവിടെ ചെന്നതും അപ്പം അവിടെ ഇങ്ങനെ പഠിച്ചത് എല്ലാവർക്കും ഉള്ള ഇഷ്ടവും, അന്നത്തെ കോൺവെൻറ്റിൽ നിന്ന് എത്രയോ കെട്ടിടങ്ങളൊക്കെ ആയെങ്കിലും അത് എല്ലാവർക്കും അവർക്കുമൊക്കെ എന്തൊരു സ്നേഹം. അവിടുത്തെ കുട്ടിയെ ചീഫ് ഗസ്റ്റായിട്ട് അവിടെ തന്നെ വിളിച്ച് അവർ സ്വീകരണം തരിക എന്ന് പറഞ്ഞാൽ അതൊരു പരമഭാഗ്യം തന്നെയാണ് എൻ്റെ നാട്ടിൽ. അഭിനയ വേദിയിൽ നിന്നുള്ള കോമളത്തിന്റെ വിട പറയൽ സ്വന്തം തീരുമാനത്തിൽ നിന്നുണ്ടായതല്ല. കുടുംബക്കാരുടെ എതിർപ്പിനെ ഒരു പരിധിക്കപ്പുറം പ്രതിരോധിച്ച് സിനിമയിൽ തുടരാൻ ആയില്ല ഇവർക്ക്. വേദനയോടെയാണ് സിനിമ വിട്ടിറങ്ങുന്നത്. കടുത്ത നിരാശയോടെയാണ് പിന്നത്തെ കാലം കഴിച്ചുകൂട്ടിയത്. സിനിമയോടൊപ്പം സഞ്ചരിച്ച നാളുകളെയാണ് തന്റെ ജീവിതത്തിലെ സുവർണകാലമായി ഈ താരം ഹൃദയത്തിൽ എഴുതി വച്ചത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ബിലായി സ്റ്റീൽ പ്ലാന്റിൽ അന്ന് ഉദ്യോഗം. ഇവിടെ ഞാൻ വെറുതെ ഇരിക്കുന്നു, അതുകൊണ്ട് അവിടെ ചെല്ലാനായിട്ട് പറഞ്ഞ് ഞാൻ ആ ഫാമിലിയിലൂടെ ബിലായിലും ഉണ്ടായിരുന്നു 3 വർഷം. അവിടെയൊക്കെ വെറുതെ ആവശ്യമില്ലാതെ അന്നൊന്നും എൻ്റെ ഭാവിയെ പറ്റിയുള്ള ചിന്തയോ ഒന്നുമില്ല. അങ്ങനെ അവിടെ കുറേ നാൾ താമസിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോഴാണ് എനിക്ക് ജയിൽ പുള്ളിയുടെ ഇവിടെ വന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ടെലഗ്രാം തന്നു, നീ ഇങ്ങനെ വന്നിട്ടുണ്ട്, നീ വരണം. അപ്പോൾ അവിടെ പറഞ്ഞു, വേണ്ട, ഇനി ഫിലിമിലേ വേണ്ട, ഒന്നും വേണ്ട, ഇനി വിവാഹം. എനിക്ക് എന്ത് ചെയ്യാനൊക്കും, ബിലായിന്ന് ഇവിടെ ഒറ്റയ്ക്ക് വരാനും വല്ലതിനൊന്നും എനിക്ക് ഒക്കില്ല. അതും തകർത്തു. എൻ്റെ കുടുംബക്കാർ തന്നെ എൻ്റെ ജീവിതം ഈ നിലയിൽ എത്തിച്ചേർന്ന് ഇന്ന് ഞാൻ എവിടെ പറയാനും തയ്യാറായി.